എൻ്റെ പേര് ഷീല ആൻഡു. ഞാൻ പുതുക്കാട് സെൻറ്റ് ആൻ്റണീസ് ചർച്ചിൽ നിന്നാണ് വരുന്നത്. ഞാൻ 6/6/2019 ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മ മാതാവിനും തിരുക്കുമാരനും വഴി എനിക്ക് കിട്ടിയ 3 സാക്ഷ്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ സാക്ഷ്യം, എൻ്റെ മോള് വിവാഹത്തിൻ്റെ സമയത്ത് ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കേണ്ട സമയമായിരുന്നെങ്കിലും എനിക്കന്ന് പുതുക്കാനായിട്ട് സാധിച്ചില്ല, ഡേറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് അച്ഛനെ കണ്ടൊന്ന് പ്രാർത്ഥിക്കാനുള്ള കൃപയെങ്കിലും അമ്മ തരണേന്ന് പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് അച്ഛനെ കണ്ട് അന്ന് അച്ഛനോട് പ്രാർത്ഥിക്കാനും അവളുടെ വിവാഹത്തിൻ്റെ കുറി അച്ഛൻ്റെ കയ്യിൽ കൊടുത്ത് പ്രാർത്ഥിക്കാനും സാധിച്ചു. അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയുന്നതോടൊപ്പം തന്നെ എൻ്റെ മോള് B.Ed പാസ്സായ സമയത്ത് അവൾക്ക് ഇൻ്റർവ്യൂവിന് ഒരു ഫസ്റ്റിൽ വിളിച്ചപ്പോൾ പോയപ്പോൾ അവൾക്ക് ഗവൺമെൻറ്റിൻ്റെ ഒരു നമ്പർ കിട്ടണമായിരുന്നു. ആ നമ്പർ കിട്ടാത്തത് കൊണ്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ സാധിച്ചെങ്കിലും ജോലിക്ക് പറ്റിയില്ല. ഇപ്പോൾ 2ാം വട്ടം ഞാൻ ഈ ഉടമ്പടി പുതുക്കിയതിന് ശേഷം എനിക്ക് എൻ്റെ മോൾക്കൊരു ഇതുപോലെ തന്നെ ഇൻ്റർവ്യൂവിനെ വിളിക്കുകയും ആ സമയത്ത് അവൾക്ക് VRCയുടെ നമ്പർ ഡൽഹിയിൽ നിന്ന് വരുന്നതായിരുന്നു, അത് വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഉടമ്പടി കാശ് രൂപം അവളുടെ കയ്യിൽ ഞാൻ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ആ മറ്റേ ഇൻ്റർവ്യൂവിന് കയറുന്നതിന് തൊട്ട് 10 മിനിറ്റ് മുമ്പ് അവൾക്കുടെ വാട്സാപ്പിലേക്ക് ഡൽഹിയിൽ നിന്ന് ആ നമ്പർ വരികയും അമ്മ മാതാവിൻ്റെ കരുണ കൊണ്ട് ആ ഇൻ്റർവ്യൂവിൽ അവൾക്ക് പങ്കെടുക്കാനും പാസ്സാവാനും സാധിച്ചു. അപ്പോൾ ഇൻ്റർവ്യൂവിൽ വന്നിരുന്ന മക്കളൊക്കെ റെക്കമെൻഡ് ലെറ്റർ കൊണ്ടൊക്കെ വന്നിരുന്നത്. നമുക്കതൊന്നും അറിയണുണ്ടായിരുന്നില്ല. അറിയാതിരുന്നത് നന്നായി എന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുക. എൻ്റെ അമ്മയ്ക്ക് അതിൽ ഇടപെടാൻ പറ്റിയതില്ലൊന്ന്. അപ്പോൾ അമ്മയുടെ മധ്യസ്ഥ ശക്തിയാൽ അവൾക്ക് ജോലിക്ക് വിളിക്കുകയും മാർച്ച് 19 അവൾ ഏങ്ങണ്ടിയൂർ സ്കൂളിൽ നോർമൽ സ്കൂള് ടീച്ചറായിട്ട് ജോലിക്ക് കയറുകയും ചെയ്തു. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. 2ാമത്തെ സാക്ഷ്യം എന്ന് വെച്ചാൽ, ഞാൻ ഉടമ്പടി എടുക്കുന്നതിൻ്റെ 2 വർഷം മുമ്പ് ഞാൻ എൻ്റെ മോന് മാൾട്ടയിലേക്ക് ജോലിക്ക് പോകാനായിട്ട് 2 ലക്ഷം രൂപ ഞാനും എൻ്റെ കൂട്ടുകാരത്തിയുടെ മോന് 2 പേർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷം 3 മാസത്തിനുള്ളിൽ അവരുടെ എല്ലാ പേപ്പറുകളും ശരിയാവുകയും അവന് മാൾട്ടയിൽ പോകാനും അവന് ഫസ്റ്റിൽ ജോലിയിൽ ചെന്ന് ഒരാഴ്ചത്തെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ അവന് ജോലിയിൽ കയറാനായിട്ട് സാധിച്ചു. പരിശുദ്ധ അമ്മ നൽകിയ ഈ വലിയ കൃപയ്ക്ക് കോടാനുകോടി നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ അനിയത്തി 8 വർഷമായിട്ട് വീട് പണിത് പകുതിയാക്കിയിട്ടിട്ട് അവൾക്ക് കയറാൻ സാധിക്കണ്ടായിരുന്നില്ല. ഒരുപാട് വേദനയും കണ്ണുനീരിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ്. ആ സമയത്ത് അമ്മ മാതാവിന് ഞാൻ ഉടമ്പടിയിൽ വെക്കാത്ത കാര്യമായിരുന്നെങ്കിലും ഞാനിവിടെ വന്നപ്പോൾ ഞാൻ അമ്മോട് എപ്പോഴും പ്രാർത്ഥിക്കായിരുന്നു, എൻ്റെ മാതാവ് എൻ്റെ അനിയത്തിക്ക് ആ വീട്ടിലൊന്ന് കയറി താമസിക്കാനായിട്ടുള്ള കരുണ കാണിക്കണേന്ന്. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് അമ്മ കരുണ കാണിച്ച് അവൾ കഴിഞ്ഞ വർഷം അത്യാവശ്യം വീടിൻ്റെ ജോലിയൊക്കെ പൂർത്തീകരിച്ച് അവൾക്ക് വീട്ടിൽ കയറി താമസിക്കാനായിട്ടൊക്കെ സാധിച്ചു. അപ്പോൾ ചെറുതും വലുതുമായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ അമ്മ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ സാക്ഷ്യം പറയാൻ താമസിച്ചതിൽ ക്ഷമ ചോദിക്കുകയാണ്.